ഇത് റോയൽ എൻഫീൽഡിന്റെ ഗൊറില്ല 452 ആണ്. വെൽക്കം ടു ടർബോ ഡ്രൈവ്. ഗൊറില്ല എന്നാൽ ഒരു മിലിറ്ററി റിലേറ്റഡ് വാക്കാണ്. അതായത് സൈന്യത്തിനെ ചെറിയ ട്രൂപ്പുകളായിട്ട് വിന്യസിച്ച് വിട്ട് എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒരു ടാറ്റിക്സ് ആണ് ഗൊറില്ല എന്ന വാക്കിന്റെ അർത്ഥവും അതിന്റെ ഒരു ഡെഫിനിഷനും. അതുതന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനം കൊണ്ട് അർത്ഥമാക്കുന്നതും. ഇതൊരു ഹിമാലയന്റെ ഷാസിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം. ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹിമാലയൻ ഇല്ലാത്ത ഒരു ടോർക്ക് ഡെലിവറി ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ വാഹനത്തിന്റെ ചിലപ്പോൾ സൈസ് റേഷ്യോ കൊണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് റേഷ്യോ കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. വളരെയധികം ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഡെലിവറിയും ഒരു റൈഡ് ആൻഡ് ക്വാളിറ്റിയുമാണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. 452 cc എഞ്ചിൻ, 40 HP പവറും 40 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഷെർപ്പ സീരീസിൽ പെടുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിമാലയനിൽ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹിമാലയൻ എന്ന് പറയുന്നത് നമുക്കൊരു അഡ്വഞ്ചർ ടൂറാണ്. എന്നാൽ ഈ ഒരു വാഹനം അവർ സ്ക്രാംബ്ലർ മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു സ്ട്രീറ്റ് നേക്കഡ് ആ ഒരു കാറ്റഗറിയിലൊക്കെ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ അതൊരിക്കലും അവർ ആ ഒരു സ്ട്രീറ്റ് നേക്കഡ് എന്നുള്ള ഒരു ടാഗിൽ യൂസ് ചെയ്യുന്നില്ല. മേ ബി സ്ക്രാംബ്ലർ എന്നും അവർ വിളിക്കുന്നില്ല. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പിൽ തന്നെ സ്ക്രാം 411 ഉള്ളതുകൊണ്ടായിരിക്കണം ഇതേ ഒരു സ്ക്രാംബ്ലറായിട്ട് അവർ കോൾ ചെയ്യാത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്ക്രാംബ്ലറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് നേക്കഡിൻ്റെ എല്ലാവിധ എലമെൻസും കൊടുത്തിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഗൊറില്ല 452. ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത്രയധികം അപ്പീലിംഗ് ആയിട്ടുള്ള ഡിസൈൻ അല്ല, എസ്പെഷ്യലി ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ. കാരണം നിലവിലുള്ള എല്ലാ പുതിയ റോയൽ എൻഫീൽഡ് മോഡലുകൾ നോക്കുകയാണെങ്കിലും ഈ ഒരു സെയിം ഫ്രണ്ട് ഭാഗം തന്നെയാണ് നമുക്ക് എല്ലാ വാഹനങ്ങളും കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഇത് ഏത് വാഹനമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ 17 ഇഞ്ച് വീല് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഗൊറില്ലയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹിൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. വീല് നല്ല ബൾക്കായിട്ടുള്ള വീലാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിൽ നമ്മളെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നിന്ന് കാശ് ചിലവാകാനുള്ള ചാൻസും കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ അത്ര ഒരു ഫീഡ്ബാക്ക് തരാത്തൊരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. യാത്രകളിൽ അത്ര ഒരു ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഈ ഒരു വാഹനം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ് ലാമ്പ് ഒന്ന് റീപ്ലേസ് ചെയ്യുക. USB ചാർജിങ് പോർട്ട് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിലായിട്ട് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അക്സസിബിൾ ടോഗിൾ ബട്ടൺ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ റൈഡ് മോഡുകൾ വരുന്നുണ്ട്, ഇഗ്നിഷൻ, അതുപോലെ തന്നെ ഹസാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൽ ലഭിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രീവിയസ് റോയൽ എൻഫീൽഡ് വാഹനങ്ങളിലെല്ലാം കാണുന്ന ടൈപ്പിലുള്ള ഒരു ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കോള്, നാവിഗേഷൻ, SMS തുടങ്ങിയ കാര്യങ്ങളെല്ലാം അലർട്ടെല്ലാം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ബൈക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഫ്രീ മൊബൈൽ യൂസ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മിററിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നുണ്ട്. അതായത് തന്നെ താഴേക്കും മുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത്, അത് ടോപ്പ് സ്പീഡിലേക്ക് പോകുന്ന സമയത്താണ് അത് അനുഭവപ്പെടുന്നത്. കൂടാതെ മിററിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. 360 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ടൈപ്പ് ഓഫ് മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ആ ഒരു ഹിമാലയനിൽ കണ്ടിരിക്കുന്ന ടെയിൽ ലാമ്പിനാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററോടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കാണാനായിട്ട് സാധിക്കുക. ബൈക്കിലെ വീലിന് നല്ല വലുപ്പമുണ്ട്. 17 ഇഞ്ച് വീൽസ് ആണെങ്കിൽ പ്രൊഫൈൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 160/60/17 ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ടയറാണ്. നല്ല റൈഡ് ആൻഡ് കംഫർട്ട് നമുക്ക് ഈ ഒരു വലിയ ടയർ ആയതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കാശ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് ഈ ഒരു ടയറിൻ്റെ കോസ്റ്റ് അത്രയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ മഡ് ടെറൈനിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ബൈക്കിലിരിക്കുന്ന ആളുടെ പുറകിൽ ചള്ള തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വാഹനം റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും 3 വേരിയൻസിലാണ് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് 6000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2500 to 3000 ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വാഹനം റൈഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഡെലിവറി ഉള്ള ഒരു വാഹനമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ആണ് നിങ്ങൾ ക്രൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഒരു 30 സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 100 ക്രോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൊണ്ട് ആ ഒരു ഗിയറിൽ തന്നെ നിങ്ങൾക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയധികം ലോ റേഞ്ചും മിഡ് റേഞ്ചും ഉള്ള ഒരു വാഹനമാണ് ഗൊറില്ല 452 എന്ന് പറയുന്നത്. അത്രയധികം ടോർക്ക് ഡെലിവറി ഉണ്ട് ഈ ഒരു വാഹനത്തിന്. വീണ്ടും എടുത്ത് പറയുന്നത് ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ട്യൂണിങ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈവേ ക്രൂസിങ്ങിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഒരു A to B ഡിസ്റ്റൻസ് നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമിനുള്ളിൽ തന്നെ ക്രൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയധികം ടോർക്ക് ഡെലിവറി ഉള്ള അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ
കൊടുത്തിരിക്കുന്നത്. സോ റൈഡ് ആൻഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള റൈഡ് ആൻഡ് കംഫർട്ട് ലഭിക്കുന്നുണ്ട്. ആൻഡ് പില്ലിയൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് ആ ഒരു ടോർക്ക് ഡെലിവറി ഉള്ളത് പില്ലിയനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സിംഗിൾ റൈഡർ ആണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനും ഒരു റൈഡ് ആൻഡ് കംഫർട്ടും ഒരു ഹാൻഡ്ലിങ്ങും സസ്പെൻഷനും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മിറർ മാത്രമാണ് ഒരു ഡ്രോബാക്കായിട്ട് പറയാനുള്ളത്. സ്റ്റിൽ ഇപ്പോഴും ആ ഒരു മിററിൻ്റെ ഇഷ്യൂസ് റോയൽ എൻഫീൽഡ് സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. സോ അത് മാത്രമാണ് ആകെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നീട് നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫോണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് മാക്സിമം കുറച്ചുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. സോ ചാർജിങ് പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതും നമ്മുടെ ഒരു റൈഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. 11 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. മൈലേജ് എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 29 ആണ്. പക്ഷേ എൻ്റെ ഒരു റൈഡിംഗ് ബിഹേവിയർ അനുസരിച്ച് ഒരു 22-25 ഒക്കെയാണ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്. ആൻഡ് ഹിമാലയയിൽ നമുക്ക് 15 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് 11 ലിറ്റർ ടാങ്കേ വരുന്നുള്ളൂ. സോ എങ്കിലും ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് മൈലേജും ഈ ഒരു വാഹനത്തിൻ്റെ പവറും ആ ഒരു ടോർക്ക് ഡെലിവറിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഡീസൻറ്റ് ഫ്യൂവൽ എഫിഷ്യൻസി ഡീസൻ്റ് ആണ്. ഒരു എബോ ആവറേജ് ഒന്നുമല്ല, ഒരു ഡീസൻറ്റ് ഫ്യൂവൽ എഫിഷ്യൻസി ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട്. യെസ്, എഗെയിൻ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു വാഹനമാണ്. അത്രയധികം ടോർക്ക് ഡെലിവറി ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ഗൊറില്ല 452 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 400cc ഇപ്പോൾ പിക്കപ്പായി വരുന്ന ഒരു സെഗ്മെൻറ്റാണ്. ട്രയംഫിൻ്റെ വാഹനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഹാർലി ഡേവിഡ്സൻ്റെ വാഹനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഗൊറില്ല 452 എന്ന് പറയുന്നത്. സോ ആ ഒരു വാഹനമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കംഫർട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിലാണ് കുറച്ചുകൂടെ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് ലഭിക്കുക. പക്ഷേ നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ടോർക്ക് ഡെലിവറി, ആ ഒരു സ്പീഡ് ഉള്ള ഒരു റൈഡറാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗൊറില്ല 452. സോ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 lakhs തൊട്ടാണ്. ബേസ് വേരിയൻ്റ് ആണ് 2.5 lakhs എക്സ് ഷോറൂമാണ് കിട്ടുന്നത്. ആ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 3.5 ഒരു അപ് ടു 4 lakh വരും ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറങ്ങുമ്പോൾ. സോ ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, അത്യാവശ്യം ഹീറ്റിംഗ് നമുക്ക് ഒരു ചെറിയ രീതിയിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ റൈഡിങ് ഗിയേഴ്സോ അല്ലെങ്കിൽ ജീൻസോ പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് അത്രയധികം ഹീറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഇത്രയും ഒരു കപ്പാസിറ്റി കൂടിയൊരു വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ആയിട്ടുള്ള ഒരു ഹീറ്റ് പുള്ളിങ്ങും ഉണ്ടാവും. പക്ഷേ അത്ര രീതിയിൽ നമ്മളെ ബോദർ ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഹീറ്റ് മാനേജ്മെൻറ്റും കൊടുത്തിരിക്കുന്നത്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 70-80 അപ് ടു ഒരു 120 വരെയാണ് ഇതിൻ്റെ ആ ഒരു റൈഡിങ്ങിലെ ആ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് പറ്റുന്നൊരു വാഹനമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ആ ഒരു ടോർക്ക് ഡെലിവറി ചിലപ്പോൾ ബിഗിനേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അത്രയധികം ടോർക്ക് ഡെലിവറി ഉള്ളൊരു വാഹനമാണ് ഈ ഒരു ഗൊറില്ല 452 എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു വാഹനം അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റിലേക്കുള്ളൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.